പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരെയും, പ്രത്യേകിച്ച് സേവർക്കാട് വട്ടായച്ചൻ്റെയും ബിനോയിച്ചിൻ്റെയും സോജിച്ചിൻ്റെയും കൂട്ടായ്മയിലും, അതുപോലെ ഇവിടെയുള്ള സകല ശുശ്രൂഷ, പ്രത്യേകിച്ച് ബെനിറ്റാമയോടൊക്കെ ചേർന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും കൃപയും അഭിഷേകവും സമാധാനവും നിങ്ങളിലേക്ക് നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 14-ാം അധ്യായം 30-ാമത്തെ തിരുലിഖിതം, പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു, അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. നമുക്ക് നല്ലൊരു മനസ്സ്, ശാന്തമായൊരു മനസ്സ്, കലുഷിതമായ മനസ്സല്ല, ശാന്തമായ, എളിമയുള്ള, വിനയമുള്ള, സ്നേഹം നിറഞ്ഞ ഒരു ഹൃദയം നമുക്കുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇതുപോലെ പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ ഒത്തിരി തടസ്സം, വീടില്ല, സ്ഥലം വയ്ക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒരു 5 ദിവസത്തെ താമസത്തിലുള്ള ധ്യാനം കൂടി തങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടും വേദനയും എല്ലാം ഈശോയുടെ സന്നിധിയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കുടുംബത്തെ ദൈവം എപ്രകാരം സഹായിച്ചു എന്നുള്ള ഒരു സാക്ഷ്യം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഈ സാക്ഷ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളൊന്ന് പ്രാർത്ഥിക്കും. ശക്തമായി ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ച് വചനം കേൾക്കാൻ നമ്മളെ തന്നെ ഒരുക്കുകയും ചെയ്യണം. ഇപ്പം നമുക്ക് ഈ ഒരു അനുഭവ സാക്ഷ്യം ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങാം. എൻ്റെ പേര് മോളി റാഫേൽ, തൃശ്ശൂർ രൂപതയിലുള്ള തലൂർ ഇടവകയിൽ നിന്ന് വരുന്നു. 2018 ഞാനും ജീവിത പങ്കാളിയും കൂടി ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുകയും 2018 ഈ സഹോദരിയുടെ ഭർത്താവും കൂടെ ഇവിടെ ഒരു താമസിച്ചുള്ള ധ്യാനത്തിൽ വന്ന്, നിങ്ങളിപ്പോൾ ധ്യാനിക്കുന്ന പോലെ ധ്യാനത്തിൽ വന്ന് പങ്കുചേർന്നു. ഞങ്ങൾക്ക് ഒരു സ്ഥലം വിൽപ്പന നടക്കാൻ 10 വർഷമായിട്ട് നടക്കാതിരുന്ന സ്ഥലം, 10 വർഷമായിട്ട് ഒരു സ്ഥലം വിൽക്കാൻ വേണ്ടി ഇങ്ങനെ ഇവർ പല വിധത്തിൽ ബ്രോക്കർമാരോട് പറഞ്ഞു, മറ്റ് ആളുകളോട് പറഞ്ഞു, പക്ഷേ സ്ഥലം വിൽപ്പന മാത്രം നടക്കുന്നില്ല. അപ്പോൾ ആ സങ്കടത്തോടു കൂടെ ഇവർ ധ്യാനത്തിന് വരുവാണ്. എന്നിട്ടോ അങ്ങനെ ബഹുമാനപ്പെട്ട സാംസണച്ചൻ്റെ തലയിൽ കൈ പ്രാർത്ഥനയോടെ ഞങ്ങളോട് പറഞ്ഞു, സ്ഥലം വിൽക്കുമെന്നും വേറെ സ്ഥലം വാങ്ങിച്ച് നിങ്ങളൊരു പുതിയ ഭവനം നിങ്ങൾക്ക് ലഭിക്കുമെന്നും അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു. അപ്പം നിങ്ങളിപ്പോൾ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചില്ലേ, ഇന്നലെ ആയിട്ട് പ്രാർത്ഥിച്ചില്ലേ? അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഇവർ വന്ന് സങ്കടം പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് 10 വർഷമായിട്ടൊരു സ്ഥലം വിൽക്കാനുണ്ട്, അത് വിൽക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല ഞങ്ങൾക്കൊരു വീടില്ല, നല്ല സമാധാനത്തിൽ താമസിക്കാൻ നല്ലൊരു വീടില്ല. അപ്പോൾ എന്താ പറയുക, അച്ഛൻ പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ സ്ഥലം വിൽക്കും, നല്ലൊരു വീടും കർത്താവ് നൽകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് മണ്ണെടുത്ത് കൊണ്ടുപോയി അതിന് ചുറ്റും നടന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരാൾ ആ സ്ഥലം വാങ്ങാൻ ഇടയാകുകയും ഞങ്ങളിപ്പോൾ താമസിക്കുന്ന തലൂർ ഇടവകയിൽ ഒരു സ്ഥലം 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് ഞങ്ങളൊരു മനോഹരമായ ഭവനം ഞങ്ങൾക്ക് ദൈവം നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ ഇവിടുത്തെ എന്ത് ചെയ്തു, അനുഗ്രഹം വാങ്ങിച്ച് പറഞ്ഞു, നിങ്ങൾ വീട് സ്ഥലം വിൽക്കാൻ പറ്റും, വീട് കിട്ടും, നിങ്ങൾ ഇച്ചിരി മണ്ണെടുത്തുകൊണ്ട് വരിക പറഞ്ഞു. ആ മണ്ണെടുത്ത് ഇവിടുത്തെ എല്ലാവരും ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ മണ്ണ് വെഞ്ചരിച്ച് കൊണ്ടുപോകും. അങ്ങനെ ആ മണ്ണ് വെഞ്ചരിച്ച് ആ സ്ഥലത്തിന് ചുറ്റും കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഇവരിട്ടു. എന്ത് പറ്റി, അപ്പം തന്നെ അടുത്ത് അത്രയും നാൾ 10 വർഷം അടുത്ത് താമസിച്ച മനുഷ്യന് ആ സ്ഥലം കണ്ടിട്ട് കണ്ണിപ്പെടാൻ പറ്റിയില്ല. പക്ഷേ ആ സ്ഥലത്തെ അന്ധകാര ശക്തികൾ നീങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് ആ സ്ഥലത്തിനോടൊരു അട്രാക്ഷൻ തോന്നി. ആ സ്ഥലം വിറ്റു. അങ്ങനെ കർത്താവ് അനുഗ്രഹിച്ചു. നമുക്ക് കർത്താവിന് നന്ദി പറയാം, കരങ്ങളടിച്ച് ഈശോ ആരാധിക്കാം. വിശ്വസിച്ച ലഭിക്കും, പ്രാർത്ഥിച്ച തുറക്കും, സർവശക്തനെന്നും നമ്മോടൊപ്പം.
സർവശക്തനെന്നും നമ്മോടൊപ്പം. വിശ്വസിച്ച ലഭിക്കും, പ്രാർത്ഥിച്ച തുറക്കും. സർവശക്തനെന്നും നമ്മോടൊപ്പം, സർവശക്തനെന്നും നമ്മോടൊപ്പം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. എത്രമാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നു അത്രയേറെ ദൈവം നമ്മളെ അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സങ്കടങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, വേദനകളുണ്ട്. ഇതെല്ലാം കർത്താവ് ഏറ്റെടുക്കാൻ പോവുകയാണ്. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കുക. നമ്മൾ അപ്പൻ്റെ സന്നിധിയിലാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പാ, ഇതാ മക്കൾ വന്ന് നിൽക്കുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് സാക്ഷ്യത്തിൽ കേട്ടതുപോലെ ഒത്തിരിയേറെ സങ്കടങ്ങൾ, ജോലി തടസ്സങ്ങൾ, അതുപോലെ കഠിനമായ പാപബന്ധനത്തിലിരിക്കുന്നവർ, കർത്താവെ, നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ കോപവും കലഹത്തിന്റെയും ഭിന്നതയുടെയും അസൂയയുടെയും അരൂപികൾ നിറഞ്ഞ് തകർന്നിരിക്കുന്ന കുടുംബങ്ങൾ, കടബാധിതയിൽ ഞെരുക്കത്തിലിരിക്കുന്ന കുടുംബങ്ങൾ അപ്പന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. വിവാഹ തടസ്സം പോലെ വേദനിക്കുന്നവർ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, ഇങ്ങനെ എന്തെല്ലാം വേദനകളിലൂടെ കടന്നു പോകുന്നു, അതെല്ലാം കർത്താവിന് സമർപ്പിച്ച് അപ്പന്റെ സന്നിധിയിൽ മക്കൾ പ്രാർത്ഥിക്കുന്നു. സ്വരമുയർത്തി ഉച്ചത്തിൽ ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന, എന്റെ അപ്പാരാധന, കരമടിച്ച് അപ്പാരാധന, എന്റെ അപ്പാരാധന, ചേർന്ന് പാടുന്നു. അപ്പാരാധന, എന്റെ അപ്പാരാധന, ഈശോ, ഈശോ ആരാധന, എന്റെ ഈശോ ആരാധന, ഒരുമിച്ച് ഈശോ ആരാധന, എന്റെ ഈശോ ആരാധന, റൂഹ, റൂഹ ആരാധന, പരിശുദ്ധാത്മാവേ, എന്റെ റൂഹ ആരാധന. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ, ഞങ്ങൾ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ നിറയട്ടെ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം നിറയട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ കൊച്ചുകുട്ടിയെ പോലെ പ്രാർത്ഥിക്കണം. നിഷ്കളങ്ക ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം. അപ്പ, അപ്പ എന്ന് വിളിക്കുമ്പോൾ ഉള്ളിൽ തട്ടി വിളിക്കണം. യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഈശോ നമ്മുടെ സ്വരം കേൾക്കാത്ത വിധത്തിൽ നല്ല നിർമ്മലതയോടും കർത്താവ് എളിമയോടും വിശുദ്ധിയോടും കൂടെ പ്രാർത്ഥിക്കട്ടെ. അതുപോലെ പരിശുദ്ധാത്മ വിളിക്കുമ്പോൾ ആത്മാവ് നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരാധന, ആരാധന, ആരാധന. എല്ലാ തടസ്സങ്ങളും മാറ്റണേ. അപ്പാ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കെട്ടുകൾ വഴിച്ച് കർത്താവ് അഭിഷേകം ചെയ്യണമേ. എല്ലാ കെട്ടുകൾ വഴിച്ച് കർത്താവ് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ തകർച്ചകളെ അവിടെ ഉയർച്ചയാക്കി മാറ്റണമേ. ഞങ്ങളുടെ രോഗികളെ ആയിട്ടുള്ളവരെ സൗഖ്യപ്പെടുത്തണമേ. രോഗങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. ബന്ധനങ്ങൾ അഴിക്കണമേ. കെട്ടുകൾ അഴിക്കണമേ. എല്ലാ ഭൂതങ്ങളും പാതകളും ഞങ്ങൾ അട്ടിപ്പായിക്കണമേ. ഓരോ കുടുംബം, വ്യക്തികളും വിടുതൽ പ്രാപിക്കട്ടെ. ഉച്ചത്തിൽ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, എന്റെ അപ്പാരാധന, കരപിടിച്ച് അപ്പാരാധന, എന്റെ അപ്പാരാധന, ഈശോ, ഈശോ ആരാധന, എന്റെ ഈശോ ആരാധന, പ്രാർത്ഥിക്കുന്നു. ഈശോ ആരാധന, എന്റെ ഈശോ റൂഹ, ആരാധന, റൂഹ ആരാധന, എന്റെ റൂഹ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. രണ്ട് കരങ്ങളും അത്യുന്നതത്തിലേക്ക് ഉയർത്തി ഇപ്പോൾ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരും ഒരുമിച്ച് യേശു ക്രിസ്തുവിന്റെ നാമം, രക്ഷാനാമം, വിടുതലിൻ നാമം, സൗഖ്യത്തിൻ നാമം ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോയെ, ഈശോ, യേശുവേ, ചങ്ക് പറഞ്ഞ് യേശുവേ, യേശുവേ, യേശുവേ. അപ്പാ, ഞങ്ങളെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, റുഹായെ, ഞങ്ങളെ സഹായിക്കണമേ. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇപ്രകാരമാണ്: കർത്താവിൻ്റെ ദാസർ കലഹപ്രിയരാകരുത്.
ദൈവജനത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് കഠിനമായ കോപം. എളിമ എന്നൊരു സംഭവം നമുക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഖ്യയുടെ പുസ്തകത്തിൽ 12-ാം അധ്യായം അതിൽ 3-ാമത്തെ തിരുലിഖിതം പറയുന്നത് എങ്ങനെയാണ്? മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. ജനം തനിക്കെതിരെ പിറുപിറുവിട്ടപ്പോൾ മോശ ശാന്തനായിരുന്നു. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു എന്ന് പറയാൻ കാരണം, നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം, സംഖ്യയുടെ പുസ്തകം ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് വരുമ്പോൾ അവർ ഇടയ്ക്ക് മോശയോട് എതിരായിട്ട് സംസാരിക്കും, മോശക്കെതിരെ സംസാരിക്കും, മോശക്കെതിരെ ശാപവാക്കുകൾ പറയും, മോശക്കെതിരെ പിറുപിറുക്കും. അപ്പോഴൊക്കെ മോശയോട് പറയും, നീ എന്ത് നേതാവാണ്? നീ ആരാണ്? നീ ഞങ്ങളെ എന്തിനാണ് അങ്ങോട്ട് കൊണ്ടുവന്നത്? ഞങ്ങളെ നശിപ്പിക്കാൻ കൊണ്ടുവന്നതല്ലേ? ഇങ്ങനെയൊക്കെ മോശയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ മോശ ശാന്തനായി ഇതെല്ലാം കേൾക്കും. എന്നിട്ട് അവൻ പരാതി പറയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് പല കുടുംബങ്ങളിലും വ്യക്തികളിലും ഉള്ള ഒരു വലിയ തിന്മയാണ് കലഹത്തിൻ്റെ അരൂപി, ഭിന്നതയുടെ അരൂപി, കോപത്തിൻ്റെ അരൂപി. ശാന്തതയില്ല, സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ. അവിടെ കലഹവും ഭിന്നതയും അതുപോലെ വഴക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങളും കൊലപാതകങ്ങളും എല്ലാം നടമാടുന്ന ഒരു സമയമാണിപ്പോൾ. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എത്രയോ കുടുംബങ്ങളിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ കലഹപ്രിയരാകരുത്. സംഗീത പുസ്തകത്തിൽ 37-ാം അധ്യായം 11-ാമത്തെ ലിഖിതം, എന്നാൽ ശാന്തശീലർ ഭൂമി കൈവശമാക്കും, ഐശ്വര്യ തികവിൽ അവർ ആനന്ദിക്കും. ഒരു വചനം പോലും നമ്മളെ പഠിപ്പിക്കുന്നില്ല. കലഹക്കാർ, കോപിക്കുന്നവർ, സമൂഹത്തിൽ ഭിന്നത വിതയ്ക്കുന്നവർ, കുടുംബത്തിൽ വഴക്കും അതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുന്നവരും ഒരു ഐശ്വര്യത്തിൽ കടന്നു പോകുന്നതായിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ കാണുന്നില്ല. എന്നാൽ കർത്താവ് പറയാണ്, ശാന്തശീലർ അവർ ഭൂമി കൈവശമാക്കും, ദേശങ്ങൾ കൈവശമാക്കും, അവരുടെ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകും. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 5-ാമത്തെ ലിഖിതം, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ശാന്തശീലനാണ് ഭൂമി അവകാശമാക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് പല സ്ഥലങ്ങളിൽ യുദ്ധങ്ങൾ, അതുപോലെ സമൂഹങ്ങൾ തമ്മിൽ കലഹം, വ്യക്തികൾ തമ്മിൽ കലഹം, രാജ്യങ്ങൾക്ക് തമ്മിൽ കലഹം, ദേശങ്ങൾ തമ്മിൽ കലഹം. ഇവിടെയൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് സംഭവിക്കുന്നത്? ആ ദേശത്തെ മനുഷ്യർക്ക് സമാധാനമില്ല. നമ്മൾ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഭയം വരിക. കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാധാനം നഷ്ടപ്പെട്ടാൽ ഒരു ഭവനത്തിലുണ്ടാകുന്നത് പോലെ തന്നെ ഒരു ദേശത്തും രാജ്യത്തും മനുഷ്യൻ അസ്വസ്ഥരാകും, അല്ലേ? കലഹമുള്ളൊരു കുടുംബത്തിലെ അംഗങ്ങൾ അവർ അസ്വസ്ഥരാണ്, അവർക്ക് ശാന്തതയില്ല, അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അവർക്ക് സന്തോഷിക്കാൻ പറ്റില്ല. സമാധാനമില്ലാതെ നല്ല ഭക്ഷണം കഴിച്ചാൽ അതിന് ടേസ്റ്റ് തോന്നില്ല. കാരണം എന്താ? ഉള്ളിൽ ഒരു വലിയൊരു ഞെരിപ്പോടിരിക്കുന്നത് പോലെയാണ്, തീ കത്തുന്ന വേദന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും നമ്മുടെ ഉള്ളിൽ സമാധാനമുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, ചിലപ്പോൾ കടബാധ്യത, ഞെരുക്കങ്ങൾ, തടസ്സങ്ങൾ, രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ശാന്തതയോടെ അതിനെ നേരിടാനുള്ള ഒരു അഭിഷേകം നമുക്ക് കിട്ടും. അതല്ലേ ഈശോ തൻ്റെ ജീവിതത്തിൽ ഈ ഒരു അഭിഷേകമാണ് സ്വീകരിച്ചത്. അതിനെക്കുറിച്ച് യേശയ്യാ പ്രവചനത്തിൽ പ്രവാചകൻ പറയുന്ന പ്രകാരമാണ്. യേശയ്യാ പ്രവചനം 42-ാം അധ്യായം 2-3 തിരുലിഖിതങ്ങൾ, അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല, തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല, ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല, അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഈ വചനം യേശയ്യാ പ്രവാചകൻ പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ ശാന്തതയോടെ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഈ വചനം വായിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതാണ്: എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാകണം. ഭാര്യ ഭർത്താവ് പരസ്പരം സ്നേഹത്തിൽ
ജീവിക്കണം. അവർ കലഹം, ഭിന്നത, വഴക്ക് ഇത് കൂടി ഒരു കുടുംബജീവിതം നയിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് പിറന്ന് വീഴുന്ന കുഞ്ഞുങ്ങൾ അതേപോലെ തന്നെ ആന്തരികമായും മാനസികമായും ശാരീരികമായും തകർന്ന ഒരു ജീവിതമായിരിക്കും മക്കളുടേത്. ആ കുടുംബത്തിൽ പ്രാർത്ഥന ഉണ്ടാവില്ല, സമാധാനം അനുഭവിക്കാൻ ആർക്കും പറ്റില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 18, 19, 20 ലിഖിതങ്ങൾ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതീയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയില്ല. തെരുവീതികളിൽ അവൻ്റെ ശബ്ദമാരും കേൾക്കുകയില്ല. നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയില്ല. ഈ ഒരു അഭിഷേകം നമുക്ക് വേണം. നമുക്ക് ശാന്തതയോടെ ജീവിതം നയിക്കാൻ കഴിയണം. കലഹത്തിൻ്റെയും ഭിന്നതയുടെയും അനൈക്യത്തിൻ്റെയും കോപത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഒരു അരൂപി സ്വീകരിച്ച് ജീവിക്കാനുള്ളവരല്ല നമ്മൾ ഏത് സമൂഹത്തിൽ പോയാൽ, നിങ്ങൾ ഇടവക പള്ളിയിൽ പോകട്ടെ, സമൂഹത്തിൽ പോകട്ടെ, കൂട്ടുകാരുടെ അടുത്ത് പോകട്ടെ, ബന്ധുക്കളുടെ അടുത്ത് പോകട്ടെ, അവരെല്ലാം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ശാന്തമായ സമീപനമാണ്, സ്നേഹത്തോടെയുള്ള നമ്മുടെ ഇടപെടലുകളാണ്. നമ്മൾ ഒരു വ്യക്തി നമ്മുടെ അടുക്കിലേക്ക് വരണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ നിന്ന് സമാധാനത്തിൻ്റെ അരൂപി പുറപ്പെടണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങൾ കലഹപ്രിയരാകരുത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നാലും അതൊക്കെ കർത്താവിനോട് പ്രാർത്ഥിച്ച് ശാന്തതയോടെ അതിനെ അതിജീവിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യെശയ്യാ പ്രവചനത്തിൽ 53-ാം അധ്യായം 7-ാമത്തെ ലിഖിതം, അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. ഇത് നമുക്ക് ഈശോയ്ക്ക് വേണമെങ്കിൽ പിതാവായ ദൈവത്തോട് കോപിക്കാം. എന്തുകൊണ്ട് എനിക്ക് ഇത്രമാത്രം വേദന തരുന്നു? ചമ്മട്ടിയും ചാട്ടവാറും ശരീരത്തിലേക്ക് പതിക്കുമ്പോൾ ഈശോയ്ക്ക് വേണമെങ്കിൽ അവരെ ശകാരിക്കാം, അവരുടെ നേരെ എന്തെങ്കിലും മോശമായ വാക്കുകൾ പറയാം, ശപിക്കാം. പക്ഷേ ഈശോ അത് ചെയ്തില്ല. കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ കലഹപ്രിയരല്ല. ജീവിതത്തിൽ ഇങ്ങനെയുള്ള വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ ഈശോ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ കുടുംബങ്ങളിലാണ് കലഹം, എത്രയോ കുടുംബങ്ങളാണ് ഭിന്നത, എത്രയോ ഭാര്യ ഭർത്താക്കന്മാരാണ് ഈ ഭിന്നതയും അനൈക്യവും കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ട് രണ്ട് വഴിക്ക് വിട്ടുപോയത്. ഇതുപോലെ എത്രയോ മക്കളാണ് ചെറുപ്പത്തിൽ തന്നെ ഈ തങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ കോപത്തിൻ്റെയും അതുപോലെ ധാർഷ്ട്യത്തിൻ്റെയും ഒരു അരൂപി സ്വീകരിച്ച് തകർന്നു പോയവർ. അവരൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അവരുടെ പഠനം, ജോലി മേഖലകൾ, അവരുടെ കുടുംബജീവിതം, അല്ലെങ്കിൽ അവരായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ളിൽ നിന്ന് സ്നേഹം കൊടുക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരൊരിക്കലും അഭിഷേകം പ്രാപിക്കുകയില്ല. ഞാനിങ്ങനെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൊരു കാര്യമാണ്, കർത്താവേ, ഈ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം കൊടുക്കണം, ശാന്തത കൊടുക്കണം. അവരുടെ ഹൃദയം കലുഷിതമാണ് പലപ്പോഴും. കർത്താവിൻ്റെ ആത്മാവ് അവരിലേക്ക് നിറഞ്ഞ് അവർക്ക് സമാധാനം കൊടുക്കണമെന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തിരുസഭയിലെ ഒരു വലിയ വിശുദ്ധനെ എനിക്ക് കണ്ടെത്താൻ പറ്റി. ആ വിശുദ്ധൻ്റെ പേരാണ് 19-ാം നൂറ്റാണ്ടിൽ ലെബനോനിൽ ജനിച്ച് വളർന്ന വിശുദ്ധ ഷർബേൽ. വിശുദ്ധ ഷർബേൽ 3 വയസ്സുള്ളപ്പോൾ ഈ ഷർബേലിൻ്റെ അപ്പൻ മരിച്ചു. പിതാവ് മരിക്കും. പിന്നെ മാതാവിനോടൊപ്പം ജീവിച്ചു. മാതാവും ഈ മകൻ ജീവിക്കുമ്പോൾ വളരെ ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബത്തിലാണ്. ഈ അപ്പന് പശുവിനെയൊക്കെ വളർത്തി ജീവിച്ചിരുന്നൊരു കുടുംബമായിരുന്നു. അപ്പൻ്റെ അതേ തൊഴിൽ മകൻ തുടങ്ങി. ചെറുപ്പത്തിൽ തന്നെ പശുവിനെ വളർത്താൻ തുടങ്ങി. കൃഷിപ്പണികൾ, പശുവിനെ വളർത്തൽ, അങ്ങനെ ഇതെല്ലാം ചെയ്ത് കുടുംബത്തിന് വേണ്ടി ജീവിച്ചു. ആരോടും പരാതിയില്ലാതെ ജീവിച്ച ഒരു കുട്ടി. 23 വയസ്സ് വരെയും അവൻ അമ്മയോടൊപ്പം അമ്മയെ സഹായിച്ച് ജോലി ചെയ്ത് ജീവിച്ചു. 23-ാമത്തെ വയസ്സ് എത്തിയപ്പോൾ ഈ മകന് ഉള്ളിൽ അതിതീഷ്ണമായൊരാഗ്രഹം തോന്നുകയാണ്, ഈശോയെ അനുഗമിക്കണം. അങ്ങനെ അവൻ ഒരു മോണസ്ട്രി ചേരും. ആ മോണസ്ട്രി ചേരുമ്പോൾ അവിടെ അവന് മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല, സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിക്കുക.
ആരാലും അറിയപ്പെടാൻ ആഗ്രഹിച്ചില്ല. ഒരു പേര് വേണ്ട, പ്രസക്തി വേണ്ട, മറ്റുള്ളവർ അങ്ങനെ അംഗീകാരം വേണ്ട. അങ്ങനെ കർത്താവിനെ മാത്രം സ്നേഹിക്കുക. ആരോടും പരാതിയില്ല, ആരോടും കലഹമില്ല, ആരോടും ഭിന്നതയില്ല, എല്ലാവരോടും ശാന്തതയോടെ പെരുമാറും. ആ ചെറുപ്പക്കാരൻ മോണസ്ട്രി ജീവിച്ചിരുന്നത് അവിടെയും കൃഷി ചെയ്യും, അടുക്കള പണി ചെയ്യും, കന്നുകാലികൾ നോക്കും, അതുപോലെ അതിനെ മേയ്ക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകും. പിന്നെ നിലത്ത് നോക്കി നടക്കുകയുള്ളൂ, ആരുടെ മുഖത്ത് നോക്കുകയില്ല. വളരെ ശാന്തനായി അങ്ങനെ ഒരാൾ ആ ആശ്രമത്തിലുണ്ട് എന്ന് പോലും ആർക്കും അറിയത്തില്ല. അങ്ങനെ ഷർബേൽ പക്വതയാർന്നൊരു ജീവിതമാണ്, വളരെ പക്വതയുള്ള ജീവിതം. ഈ ജീവിതം കണ്ടിട്ട് ആ മോണസ്ട്രിയിലെ അധികാരികൾ അദ്ദേഹത്തെ കൂടുതൽ ബഹുമാനിച്ചു. ഒരു ദിവസം ഈ ഷർബേൽ തൻ്റെ അധികാരിയോട് ചോദിക്കുകയാണ്, എനിക്ക് ഒറ്റയ്ക്ക് ഒരു ഹെർമെറ്റിൽ ഇരുന്ന് ജീവിതം കർത്താവിനെ സ്നേഹിച്ച് പ്രാർത്ഥിച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒറ്റയ്ക്ക് ഒരു ഹെർമെറ്റിലിരുന്ന് എൻ്റെ ഈശോയെ സ്നേഹിച്ച് വചനമൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് ത്യാഗമൊക്കെ എടുത്ത് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ചെറുപ്പക്കാരുടെ പക്വത കണ്ട് എന്ത് ചെയ്തു, ആ ഹെർമെറ്റിൻ്റെ ആ മോണസ്ട്രിയുടെ ആപട്ട് ഷർബേലിന് ഒരു ഹെർമെറ്റ് ലൈഫ് അനുവദിച്ചു കൊടുക്കും. ഒരു ആശ്രമ ജീവിതം, ഒറ്റയ്ക്ക് ഒരു ഹെർമെറ്റിൽ ജീവിക്കാൻ അനുവാദം കൊടുത്തു. അങ്ങനെ ആ ഹെർമെറ്റിൽ പോയി പരിത്യാഗം, ഉപവാസം, പ്രാർത്ഥന ഇതെല്ലാം ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൻ്റെ ജീവിതത്തിൽ ഒരു മോണസ്ട്രിയിലെ ഒരു മങ്കായിട്ട് ജീവിക്കുമ്പോഴും ഒരു പുസ്തകം എഴുതിയിട്ടില്ല, ഒരു ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചിട്ടില്ല. അത് എന്താ പറയുക, മരിക്കുന്നോടം വരെയും ആ വ്യക്തി അങ്ങനെ ഒരു ആശ്രമത്തിലുണ്ട് എന്ന് പോലും ആർക്കും അറിയില്ല. അങ്ങനെ ആരും അറിയാതെ പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗം കൊണ്ട് ജീവിച്ചു വരുന്ന വിശുദ്ധ ഷർബേൽ. പ്രിയപ്പെട്ട സഹോദരൻ, ഷർബേൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മരിക്കും. മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ആ ശരീരം, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആശ്രമത്തിൽ കൊണ്ടുവന്ന് ആശ്രമ ചാപ്പലിൽ കിടത്തുമ്പോൾ അവിടെയുള്ള ഒരു മങ്ക് രാത്രിയിൽ ദിവികാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മങ്ക് ശ്രദ്ധിക്കുകയാണ്, ആ ദിവികാരത്തിൽ വരുന്ന പ്രാർത്ഥിക്കുന്ന ആ മങ്ക് ശ്രദ്ധിക്കുന്നു, ഇതാ ദിവികാരുണ്യത്തിൽ നിന്ന് ഒരു ശക്തി പുറപ്പെട്ട് ഇതാ മരിച്ചു കിടക്കുന്ന ഷർബേലിൻ്റെ മുഖത്തേക്കൊരു പ്രകാശം വന്ന് പതിക്കുന്നു. അത് ശ്രദ്ധിച്ചെങ്കിലും പിന്നെ അത് കാര്യമായിട്ട് എടുത്തില്ല. അങ്ങനെ പിറ്റേ ദിവസം ഈ ഷർബേലിനെ വെറും സാധാരണ ഒരു മണ്ണിൽ, അവിടെ കല്ലറയില്ല, പ്രത്യേക സജ്ജീകരണമൊന്നുമില്ല, മണ്ണിൽ ഷർബേലിനെ അടക്കം ചെയ്യും. അങ്ങനെ അടക്കം ചെയ്ത് ദിവസങ്ങൾ കഴിയുമ്പോൾ, കുറേ നാളുകൾ കഴിയുമ്പോൾ അവിടുത്തെ നാട്ടുകാർ ശ്രദ്ധിക്കുകയാണ്, ഈ മണ്ണിൽ നിന്ന്, അടക്കം ചെയ്ത മണ്ണിൽ നിന്ന് വലിയൊരു പ്രകാശം ഇങ്ങനെ വരുന്നതായിട്ട്. അങ്ങനെ അത് ആളുകളൊക്കെ അപ്പോൾ ആ ശവകുടീരത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആളുകൾ വരുന്നത് കണ്ട് സുപ്പീരിയേഴ്സ് ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ ആ മോണസ്ട്രിയിൽ ആപട്ട് ശ്രദ്ധിച്ചപ്പോൾ ആമട്ട് ഒരു ദിവസം രാത്രി കാണുകയാണ്, ഈ ശവകുടീരത്തിൽ നിന്ന് വലിയൊരു പ്രകാശം പൊങ്ങി വരുന്നു. അതുകൊണ്ട് ജനം ഈ ആപട്ട് എന്ത് ചെയ്തു വെച്ചാൽ അവർ കൂടി ആലോചിച്ചു, എന്നിട്ട് ഈ ശരീരം ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ എന്ന് വിചാരിച്ച് അവർ ആ കല്ലർ അല്ലെങ്കിൽ ആ ശവകുഴിയുടെ ആ കുഴിമാടം ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുമ്പോൾ അടക്കം ചെയ്യപ്പെട്ട ഷർബേലിൻ്റെ ഭൗതിക ശരീരം എങ്ങനെ അടക്കം ചെയ്തോ അതുപോലെ ജീവനുള്ള ഒരു ശരീരം പോലെ അഴുകാതെ വളരെ പ്രസന്നവദനായി ആ കുഴിയിൽ അവർ കണ്ടെത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുഴിയിൽ നിന്ന് അതിങ്ങനെ എടുക്കുമ്പോൾ കുഴിയിൽ നിന്ന് പരിമളം, ആ പ്രദേശം മുഴുവൻ പരിമളം പരത്തുന്ന വലിയ സുഗന്ധം അങ്ങനെ പൊങ്ങി വന്നു. അങ്ങനെ അവർ ആ ബോഡി എടുത്ത് പുറത്ത് വെച്ചപ്പോൾ ആ ബോഡിയിൽ നിന്ന് രക്തവും വെള്ളവും നിൽക്കാതെ ഒഴുകിക്കൊണ്ടിരുന്നു. എന്ത് ചെയ്തു? അപ്പോൾ സുപ്പീരിയേഴ്സ് എന്ത് ചെയ്തു? മോണസ്ട്രിയിലെ ആശ്രമാധിപൻ ആ ശരീരം ഒരു 3-4 മാസം വെയിലത്ത് വെച്ചു, എന്നിട്ടൊന്നും നിൽക്കുന്നില്ല, ഇങ്ങനെ നിന്നുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ശരീരത്തിൽ നിന്ന് അത്ഭുതകരമായി ഇങ്ങനെ രക്തവും വെള്ളവും കർത്താവിൻ്റെ തിരുവിലാവ് ഒഴുകുന്നത് പോലെ ഒഴുകിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് ഈ വിശുദ്ധൻ്റെ മഹിമ കണ്ട് അനേക ദേശങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്നെല്ലാം ഈ വിശുദ്ധൻ്റെ സന്നിധിയിലേക്ക് ആളുകൾ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുസഭയിൽ യോസേപ്പ് പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിലൂടെ നേടിയ അത്ഭുതങ്ങളുടെ കണക്ക് കഴിഞ്ഞാൽ വിശുദ്ധ ഷർബേലിൻ്റെ മാധ്യസ്ഥത്തിൽ സംഭവിച്ച അത്ഭുതങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ. ഏതാണ്ട് 30,000 മുകളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് വിശുദ്ധൻ്റെ മാധ്യസ്ഥതയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അത്രമാത്രം ശക്തിയുള്ള അഭിഷേകമുള്ള വിശുദ്ധനാണ് വിശുദ്ധ ഷർബേൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ആ ഒരു വിശുദ്ധൻ തൻ്റെ ജീവിതത്തിൽ ഒരാളെയും അറിയപ്പെടാൻ ആഗ്രഹിച്ചിട്ടില്ല, ഒരാളും
തന്നെ കുറിച്ച് ഒന്നും പറയണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതിന് വർഷങ്ങൾക്ക് ശേഷം ഈ മോണസ്ട്രിയിലുള്ള മറ്റ് മങ്കുമാരെല്ലാവരും ചേർന്ന് ഒരു കമ്മ്യൂണിറ്റി ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ കമ്മ്യൂണിറ്റിയിൽ 10 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ എക്സ്ട്രാ കാണുന്നു. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതിൽ ആദ്യകാലം മുതൽ പ്രായമുള്ള മങ്കുമാരുണ്ടായിരുന്നു. അവർ ഈ ഫോട്ടോ കാണിച്ച് ഈ വ്യക്തി ആർക്കും മനസ്സിലാകുന്നില്ല, ഇതാരാണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതിൽ പ്രായമുള്ള ഒരു മങ്ക് പറയാണ്, ഇതാണ് ഷെർബേൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ചു വർഷങ്ങൾക്ക് ശേഷം ഒരു ഫോട്ടോ എടുത്തപ്പോൾ ആ കമ്മ്യൂണിറ്റി ഫോട്ടോയിൽ ഷെർബേലിൻ്റെ ഫോട്ടോ പതിക്കാൻ കർത്താവ് കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരു വിജയം വരിക്കണമെങ്കിൽ നമ്മളെല്ലാം ചിന്തിക്കുന്നത് എന്താ? ഞാൻ മറ്റുള്ളവരൊരു പേര് വേണം, പ്രസക്തി വേണം, എനിക്ക് വലിയ ഉയർച്ച വേണം. അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ നമ്മൾ അതിനുവേണ്ടി പല കാര്യങ്ങൾ ചെയ്ത് കൂട്ടുകയാണ്. നമ്മുടെ പേരുണ്ടാകാൻ, പ്രസക്തി ഉണ്ടാകാൻ, അറിയപ്പെടാൻ. ഇന്ന് മനുഷ്യൻ അതല്ലേ, അറിയപ്പെടാൻ വേണ്ടിയുള്ള പ്രവൃത്തിയാണ്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഈ വിശുദ്ധൻ ആരും അറിയപ്പെടാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ ദൈവം ലോകത്തെ മുഴുവൻ ഈ വിശുദ്ധൻ്റെ ചൈതന്യവും പ്രാർത്ഥനയും അഭിഷേകവും അറിയിച്ചു. എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 2-ാം വചനത്തിൽ ലിഖിതം, പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. പിശാചിന് നല്ലവണ്ണം അറിയാം, മനുഷ്യനിൽ നിന്ന് സ്നേഹം, സഹിഷ്ണുത ഇതൊക്കെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവിനെ പിശാചിന് ഈസി ആയിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകാം. അതുകൊണ്ട് എന്ത് ചെയ്യും? ജനത്തിലേക്ക് കോപത്തിൻ്റെയും കലഹത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും അസൂയയുടെയും ഭിന്നതയുടെയും അരൂപി പിശാച് വിതയ്ക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തീഷ്ണമായി പ്രാർത്ഥിക്കണം. നമ്മൾ ഉപവസിക്കേണ്ടത്, ത്യാഗമെടുക്കേണ്ടത്, മുട്ടുകുത്തേണ്ടത് എന്തിനു വേണ്ടിയാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയാ? നല്ല എളിമയും വിനയം ഉണ്ടാകാൻ. കലഹം നമുക്ക് വേണ്ട. 2 തിമോത്തി 2-ാം അധ്യായം 24, കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനാകരുത്, എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, നല്ല ശാന്തതയും സമാധാനവും എളിമയും ഈ പുണ്യം ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ആരാധനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയെ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ സ്വഭാവ വൈകൃതങ്ങളെയും കർത്താവ് വിശദീകരിക്കട്ടെ. പ്രത്യേകിച്ച് കോപം, കലഹം, ഭിന്നത, അനൈക്യം ഇതെല്ലാം വിട്ടുമാറി ശാന്തതയും സമാധാനം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ഈ രാത്രി നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് കർത്താവിൻ്റെ സന്നിധി സമർപ്പിക്കാം. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരും സമർപ്പിക്കാം. 2 കരങ്ങൾ ഉയർത്തി പിടിക്കാം. 2 കരങ്ങൾ ഉയർത്തി കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, ഉച്ചത്തിൽ വിളിക്കുന്നു. കർത്താവെ, കോപം, വൈരാഗ്യം, ദേശം എല്ലാം വിട്ടുമാറി ഞങ്ങളെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. വൈരാഗ്യങ്ങൾ സർവവുമെന്റെ ഹൃത്തിൽ നിന്നൂറ്റി സ്നേഹം നിറച്ചിടണേ. സ്നേഹം നിറച്ചിടണേ. സ്നേഹം നിറച്ചി